നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അതിനുള്ള ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിക്കൻ എന്നൊരു ബാറ്റർ ഉണ്ടാക്കി ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആദ്യം പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയ സോസ് 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഞാൻ എടുക്കണം. ഇവിടെ എനിക്ക് എപ്പോഴും കിട്ടണ സോയ സോസ് എന്ന് പറഞ്ഞാൽ കിക്കോമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ സോയ സോസാണ്. ഇത് ലൈറ്റ് സോയ എന്ന് പറയുന്ന സോസാണ്. അതായത് ഡാർക്ക് സോയ ഉണ്ട്, ലൈറ്റ് സോയ ഉണ്ട്. നമ്മൾ ലൈറ്റ് സോയ ആണെങ്കിൽ കൂടുതൽ ചേർത്താൽ കുഴപ്പമുണ്ടാവില്ല. ഡാർക്ക് സോയ ആണെന്നുണ്ടെങ്കിൽ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ, ഭയങ്കര കയ്പും കട്ടിപ്പും വരും. അപ്പോൾ ഈ ലൈറ്റ് സോയ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കണത്, വലിയ കട്ടിപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട വേണം, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടിയാണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു 600 ഗ്രാം ചിക്കനാണുള്ളത്. അപ്പോൾ അതിനുള്ളൊരു അളവാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ സോയ സോസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള സോയ സോസ് അനുസരിച്ച് മാറ്റാം. ഡാർക്ക് സോയ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇത്ര ഒഴിക്കരുത്, ഭയങ്കര ഡാർക്ക് കളറായി പോകും, കയ്പൊക്കെ ആയിപ്പോവും. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള മൈദ 2 ടേബിൾ സ്പൂൺ മൈദ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എടുത്ത് വെച്ചത് ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ലൈറ്റ് ഫ്ലേവറേ കൊടുക്കണുള്ളൂ, ഒരുപാട് കൊടുക്കണില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കൊടുക്കണത് നമ്മുടെ മുട്ടയില്ലേ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട. പിന്നെ കുറച്ചുകൂടി കോൺഫ്ലവർ ഈ പാത്രത്തിൽ ബാക്കിയുണ്ട്, അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ എടുക്കാറില്ല. അത് വേണമെങ്കിൽ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും നോർമലി ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ അളവ് പറഞ്ഞ സോയ സോസ്, കണ്ടോ എൻ്റെ കയ്യിലുള്ള സോയ സോസ് ഭയങ്കര വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, ഇതിന് ഒരുപാട് ചൊവയുണ്ടാവില്ല, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ അളവ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സോയ സോസ് അനുസരിച്ചിട്ട് ഡാർക്ക് സോയ ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര ഒഴിക്കേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് ബാറ്റർ ഒന്ന് ലൂസാകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഫുഡ് കളർ ചേർക്കണവരാണെങ്കിൽ ഈ സമയത്ത് ഫുഡ് കളർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, പിന്നെ കുറച്ച് ചില്ലി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ഒന്നല്ല ഉണ്ടാക്കണം, ഈ ഒരു ബേസിക് സിമ്പിൾ മെത്തേഡ് വഴിയാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഞാൻ ഈ സമയത്ത് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാറില്ല. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള ചിക്കൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 600 ഗ്രാമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടുതലും ഫ്ലഷ് ഉള്ള പീസസാണ് എടുത്തേക്കുന്നത്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്രോസണൊക്കെ ആയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അവൈലബിൾ ആണ്. ഞാൻ പൊതുവേ ഫ്രോസൺ ആയിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ എന്താ എപ്പോഴും ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രഷ് ചിക്കൻ വാങ്ങുന്ന സമയത്ത് കറിയോ അല്ലെങ്കിൽ ബിരിയാണി എന്തുണ്ടാക്കുന്ന സമയത്തും കുറച്ച് എല്ലിൻ്റെ പീസസ് എടുത്ത് വയ്ക്കും. എല്ലില്ലാത്ത പീസസ് ചിക്കൻ എടുത്ത് വെച്ചിട്ട് അതാണ് പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടും നെഗറ്റ്സും ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. അപ്പം 2 പ്രാവശ്യം വാങ്ങിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് വെച്ചതാണിത്. അപ്പോൾ അതാണ് ഏകദേശം കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇത് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് അങ്ങനെ മാറ്റിയും വെക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലിലേക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ചൂടാ വേണം കുഴപ്പമില്ല. ഇത് ഒരേ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കട്ട കുത്തി കിടക്കുമ്പോൾ കോട്ടിങ് ശരിക്കും വരില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഒരേ പീസസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഈ ക്ലസ്റ്റേർഡ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ നമ്മൾ തിരിച്ചും അത് പെട്ടെന്നാവും, ചെറിയ പീസസ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ വേഗം പൊരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോ ലോട്ടായിട്ട് ഇട്ടിട്ട് ഈ ചിക്കൻ മൊത്തം പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ചിക്കൻ ഒന്ന് മൊത്തമായിട്ട് പൊരിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ നോക്കാം. നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് സവാള വേണം. ഇതൊരു ഏകദേശം 1/2 കിലോ ചിക്കനാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അളവിൻ്റെ മാറ്റം വരുത്താം. അപ്പോൾ ഒരു 3 സവാള മീഡിയം സൈസ് അത്യാവശ്യം വലുപ്പമുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ചൊക്കെ സൈസുള്ള ഒരു സ്ക്വയർ പീസുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്.
കാരണം ചില്ലി ചിക്കനിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്, ഇഞ്ചിയുടെ അല്ല. അപ്പോൾ വെളുത്തുള്ളി അധികം എടുത്തിട്ട് ഇഞ്ചി ഞാൻ കുറവാണ് എടുത്തിരിക്കണേ. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് അത്ര എരിവില്ല, ഒട്ടും എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തേക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് അനുസരിച്ച് നിങ്ങളുടെ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ക്യാപ്സിക്കം, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാപ്സിക്കം 2 ചെറിയ ക്യാപ്സിക്കം ഉള്ളത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് എടുക്കണില്ല, ഒരു ക്യാപ്സിക്കം ഇതിൻ്റെ പകുതിയുമാണ് എടുക്കണം. അപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കവും ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ്, കെച്ചപ്പും വേണം, സോയ സോസും വേണം. സോയ സോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് സോയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സോയ സോസ് അനുസരിച്ചിട്ട് അളവിന് മാറ്റം വരും. സോയ സോസിൻ്റെ അളവ് കൂടിപ്പോയാൽ ഭയങ്കര ഫ്ലോപ്പായിരിക്കും കറി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോണ 3 ടേബിൾ സ്പൂൺ സോയ സോസാണ് കേട്ടോ. 2 മുതൽ 3. അപ്പോൾ നമുക്ക് 2 ആദ്യം ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ കെച്ചപ്പ് വേണം. കെച്ചപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ കെച്ചപ്പ് വേണം. മാഗിയുടെ കെച്ചപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ മാഗിയുടെ കെച്ചപ്പ് യൂസ് ചെയ്യാറ്. വേറെ കമ്പനിയുടെ കെച്ചപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ചുവകൾ വരും. അങ്ങനെ വരുന്ന ടൈമിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് മുളക് പൊടി വേണം. മുളക് പൊടി എന്ന് പറയുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കാശ്മീരി ചില്ലി അല്ല, നോർമൽ ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. ഷുഗർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ സോസും എല്ലാം കൂടി ചേർന്ന് ഒരു ബാലൻസ് കിട്ടാൻ ഷുഗർ ചേർക്കണം എപ്പോഴും നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂൺ, ചെറിയ സ്പൂണിൽ ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സോസൊക്കെ ചേർത്തിട്ട് അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്രേവി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് കറി വയ്ക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊരിച്ച ചിക്കൻ്റെ ഇല്ലേ കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതായിട്ട് കൊടുക്കണം. ഇത് നീളത്തിൽ അരിയണം നിർബന്ധമില്ല, ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞാലും മതി. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആദ്യം എപ്പോഴും നമ്മൾ ചില്ലി ചിക്കനോ ചൈനീസിൻ്റെ എന്ത് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് സാധനമാണോ എന്ത് സംഭവമാണോ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് അല്ലെങ്കിൽ ഓയിലിലേക്ക് ഒഴിക്കണം, അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും ആ കറിയിൽ കൂടുതൽ നിൽക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഗാർലിക്കാണ് കൂടുതൽ ഇടേണ്ടത്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കറിയിൽ കൂടുതൽ ഇടാനാണ് ഞാൻ ആദ്യം ഗാർലിക് ഇട്ടത്. നമുക്ക് ഇഞ്ചിയും കൂടി ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നീളത്തിൽ അരിയണമെന്നില്ല, കൊത്തി അരിഞ്ഞാലും മതി എളുപ്പത്തിന്. ഇത് ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും, നല്ല കുരുവിനാന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്നും വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊടികളും സോസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അളവ് പറഞ്ഞാൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കണം. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ചൊരു സ്പൈസി ആയിട്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്, വീട്ടിൽ അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഒരു വേണമെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ മതിയോ. തീ ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഹോട്ട് പ്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തീ കുറയില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ചട്ടി പൊട്ടി കൊടുത്തേക്കാണ്, കരിഞ്ഞ് പോകരുതല്ലോ. അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓനിയൻ്റെ ഫ്ലേവർ ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് താഴത്തെ കടയിലും വാങ്ങാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുളക് പൊടി എന്ന് പറയുന്നത് മുളക് പൊടി തന്നെ ഇടണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ മുളകിൻ്റെ സോയ സോസ് ഞാൻ 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോയ സോസ് ഞാൻ ഒഴിച്ചു. കെച്ചപ്പ് ഒഴിക്കാൻ പോവാണ്, ടൊമാറ്റോ കെച്ചപ്പ്. ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് വേണം. 4 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർത്തിട്ടുണ്ട് ഞാൻ. പച്ചമുളക് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. പച്ചമുളകും സവാളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് നമ്മൾ ചില്ലി ചിക്കൻ ഞാൻ സോസിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, കാരണം ക്യാപ്സിക്കം സവാളയും പച്ചമുളകും ലാസ്റ്റേ ചേർക്കണം. കാരണം നമ്മൾ ചില്ലി ചിക്കനിൽ പച്ചമുളകും ക്യാപ്സിക്കൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്ക് കിട്ടാറുണ്ടല്ലോ, ഇങ്ങനെ കുറച്ചൊരു ക്രിസ്പി ആയിട്ടല്ലേ കിട്ടുന്നത്, ഒരുപാട് വെന്തലിഞ്ഞ് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കണത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിൽ ചെയ്യാനാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ശരിക്കും പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നിങ്ങളുണ്ടല്ലോ മുളക് പൊടി ഇടണമെന്ന് തന്നെ നിർബന്ധമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലി ചിക്കനിൽ നമ്മൾ ചില്ലി പേസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ചില്ലി പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കുരു കളഞ്ഞ് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എളുപ്പമുള്ളൊരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടി എന്നിട്ട് കാണിച്ചത്. ഇപ്പോൾ ചില്ലി പേസ്റ്റ് നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് പല കുപ്പിയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആവശ്യത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയോണ്ടാണ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയാൽ തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചില്ലി പേസ്റ്റ് ചേർക്കാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സോസിൽ കിടന്ന് ചിക്കൻ ഒന്ന് കുതിരണം, എല്ലാം ഒന്ന് റെഡിയായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിക്കനിലൊരു റോ ടേസ്റ്റ് വരും. അപ്പോൾ അത് പോകണം. ഈ സോസ് നന്നായിട്ട് ചിക്കനിൽ കോട്ട് ചെയ്ത് പിടിക്കണം. എല്ലാ ആവശ്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ പറഞ്ഞ പോലെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി, ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ ഈ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ചില്ലി ചിക്കനിൽ ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നല്ല സെമി ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് വേണമെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അര കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ തിളപ്പിക്കാം. അപ്പോൾ ഗ്രേവി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഗ്രേവി തിക്കായി വന്നോളും. അപ്പോൾ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി ഉള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് അധികം വെള്ളം ഒഴിക്കാം. അതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴും ഗ്രേവി നല്ല കുറുക്കനെയുള്ളൊരു തിക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ ഒരു സെമി ഗ്രേവി ഉള്ള ഇത് കിട്ടും. ഇപ്പം ഞാൻ ഭയങ്കര ഡ്രൈ അല്ല, എന്നാലൊരു ഭയങ്കര തിക്കല്ലാത്തൊരു ഗ്രേവി, തിക്കല്ല ഭയങ്കര ഡ്രൈ അല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് ഗ്രേവിയും ഇല്ല. അപ്പം എനിക്ക് റൊട്ടിക്ക് കഴിക്കാനായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ ഒന്നാമത് ഈ പച്ചമുളകൊക്കെ വെന്ത് അങ്ങോട്ട് അലിഞ്ഞു പോവും. പിന്നെ ഇത് കാണേമില്ല. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പച്ചമുളക് കുറച്ച് വൈകി ചേർത്ത് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് വെന്തതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിന് പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തണം. ഞാൻ 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഒഴിച്ചത്. ടേസ്റ്റ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 3 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഒരു 1/2 കിലോ ചിക്കൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഞാൻ അളവ് പറഞ്ഞ 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ചില്ലി ചിക്കനിലേക്ക്. 1 ടീസ്പൂൺ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഒരു ഷുഗർ ചേർക്കുമ്പോഴാണ് ഇതിനൊരു കറക്റ്റ് ബാലൻസും ടേസ്റ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു മധുരം ഒരുപാട് വരുമൊന്നുമില്ല. ഈ കെച്ചപ്പിൻ്റെ പുളിയും എല്ലാം ഒരു ബാലൻസായി കിട്ടും. ഇത് ചേർത്തുണ്ടാക്കിയാലും ചേർത്ത് ഇതാകാതെ ഇരുന്നാലുമാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാം. അപ്പോൾ ഇത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സോസിലൊക്കെ ഉപ്പുണ്ട്. സോയ സോസിലും ചില്ലി സോസിലും കോഴി പൊരിച്ചപ്പോഴൊക്കെ ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ബാക്കി ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഈ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. കുറച്ച് കുറവുള്ളത് ഞാനാണ് ഇപ്പം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഒരുവിധം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സമയത്താണ് ഞാൻ സവാളയും ഞാൻ പറഞ്ഞ 3 മീഡിയം സവാളയും ഒരു വലിയ ക്യാപ്സിക്കോണി ഒരു വലിയ ക്യാപ്സിക്കോം ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അതിന് പകരം നമ്മൾ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് നമ്മുടെ ക്യാപ്സിക്കോം സവാളയും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അങ്ങനെ സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചേർത്താലും പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് ഈ ക്യാപ്സിക്കോം സവാളയും വെന്തുടഞ്ഞു പോണ പോലെയാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ് നമ്മൾ സോസൊക്കെ ചേർക്കില്ലേ, അതിന് മുമ്പായിട്ട് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എവിടെയും കിട്ടുന്നത് എല്ലാത്തിലും ഇതിൻ്റെതായ ഒരു ക്രിസ്പിനെസ്സോടുകൂടിയാണ് സവാളയും എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ക്രിസ്പിനെസ്സോടുകൂടി കടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ച് ഇതാവുമ്പോൾ തന്നെ ഈ സവാള ചെറുതായിട്ട് വെന്ത് വരും. ക്യാപ്സിക്കത്തിനും അതിൻ്റെ ഒരു പച്ചപ്പൊന്നും ക്രിസ്പിനെസ് ഒന്നും പോവാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെന്ത് കിട്ടും. നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തുടങ്ങി ആ ക്യാപ്സിക്കൊന്നും കാണാത്ത രൂപത്തിലായിപ്പോവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ എല്ലാനും ആയിട്ടുണ്ട്. നമ്മുടെ 2 ടേബിൾ സ്പൂൺ സോയ സോസ് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്താൽ കറക്റ്റാണ്. പഞ്ചസാര 1 ടീസ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇനി പഞ്ചസാര വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ ചില്ലി സോസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇപ്പം എൻ്റെ ചില്ലി ചിക്കൻ ഭയങ്കര ഡ്രൈ അല്ല, എന്നാൽ ഒരുപാട് ഗ്രേവിയും ഇല്ല.
ഇപ്പോൾ ഗ്രേവി വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ചാൽ മതി. ഈ സവാള ചേർക്കണതിന് മുമ്പായിട്ട് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കുക. അതിനുശേഷം സവാളയും ക്യാപ്സിക്കം ഇട്ടാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കിട്ടും. എനിക്കിപ്പോൾ ഗ്രേവി ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ എളുപ്പം കിട്ടുന്നതാണ്. നമ്മൾ കളറോ അല്ലെങ്കിൽ അജിനോമോട്ടോയോ ഒന്നും ചേർക്കാതെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.